ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഞാനിന്ന് എൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. നെയിം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് എപ്പിത്തറ്റ്സ്. നെയിം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് എപ്പിത്തറ്റ്സ്. ഹീബ്രുവിൽ യാഹ്വേ. യാഹ്വേ. ഏക സത്യ ദൈവത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ, യാഹ്വേ. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് രണ്ടാം പ്രമാണത്തിൽ, ദൈവകൽപ്പന രണ്ടാമത്തെ പ്രമാണം. അപ്പോൾ അത് വലിയ പ്രമാണങ്ങളിലൊന്നും നൽകപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എന്ന് വെച്ചാൽ യാഹ്വേ എന്ന നാമം വൃഥാ ഉപയോഗിക്കരുത്. ആ ദൈവകൽപ്പനയെ ലംഘിക്കുന്നവരാണ് യഹോവ സാക്ഷികൾ. അവരവരുടെ പേര് തന്നെ പറഞ്ഞത് യഹോവയുടെ സാക്ഷികൾ. ആ നാമം ഉച്ചരിക്കാൻ പാടില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ലെങ്കിൽ വൃഥാ ഉപയോഗിക്കരുത്. അതിന് കാര്യമുണ്ട്. പഴയ നിയമത്തിലാണെങ്കിൽ ആണ്ടവട്ടത്തിൽ ഒരിക്കൽ, മഹാപുരോഹിതന് പോലും ആണ്ടവട്ടത്തിൽ ഒരിക്കൽ മാത്രമേ യാഹ്വേ എന്ന നാം ഉച്ചരിക്കാൻ പാടുള്ളൂ. നമ്മളിപ്പം പാട്ട് പാടുമ്പോഴാണെങ്കിലും യാഹ്വേ എന്ന വാക്ക് ഉച്ചരിക്കാൻ പാടില്ല. യാഹ്വേ എന്ന് എഴുതിയാലും അദോണായി എന്നേ വായിക്കൂ. അതാണ് ഹീബ്രു രീതി. നമ്മളും അങ്ങനെയൊക്കെ തന്നെ ചെയ്യേണ്ടത്. കാരണം ആ നാമം നമ്മളങ്ങനെ വെറുതെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പേര്, അതാണ് ദൈവത്തിൻ്റെ പേര് യാഹ്വേ. ഈ ദൈവം വെളിപ്പെടുത്തിയ പേര്, ആ വെളിപ്പെടുത്തിയ പേര് നമുക്ക് തർജ്ജമ ചെയ്യാൻ വലിയ പ്രയാസമുണ്ട്. ശരിക്കും എഹിയെ അഷർ എഹിയെ എന്നാണ് ദൈവം ആദ്യം പറഞ്ഞത്, ഞാൻ തന്നെ. അതിന് 19 തരത്തിൽ തർജ്ജമ ചെയ്യാമെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. 19 തരത്തിൽ. ഇതിനകത്ത് ഞാനിങ്ങനെ അതിൻ്റെ തർജ്ജമകൾ കൊടുത്തിരിക്കുകയാണ്. ആ വാക്ക്, ഹീബ്രുവിൽ ആ വാക്ക് ഇല്ലേ, എഹിയെ അഷർ എഹിയെ എന്നുള്ളത് 19 തരത്തിൽ തർജ്ജമ ചെയ്യാം. എന്ന് വെച്ചാൽ അത് ശരിക്കും ദൈവം വെളിപ്പെടുത്തിയത് തന്നെ മനുഷ്യർക്ക് ഗ്രഹിക്കാൻ വലിയ പ്രയാസമുള്ള സംഗതിയാണ്. ആ ഇല്ലേ, ഞാൻ തന്നെ എന്നതിൻ്റെ തേർഡ് പേഴ്സണാണ് യാഹ്വേ. ഹി ഈസ് ഐ ആം ഹു ആം പോലെ ഹി ഈസ് വാട്ട് ഹി ഈസ്. തേർഡ് പേഴ്സണാണ് യാഹ്വേ. അപ്പോൾ എഹിയെ അഷർ എഹിയെ ഐ ആം ഹു ആം, അതൊരു തർജ്ജമ. അങ്ങനെ 19 തരത്തിൽ തർജ്ജമ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ പേര് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം. ദൈവത്തിൻ്റെ നാമം ഉണ്ടാക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ നാമം ഉണ്ട്. ഇനി ദൈവത്തിൻ്റെ നാമം ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ദൈവമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരിക്കുന്ന സംഗതിയാണ് ഈ ദൈവത്തിൻ്റെ നാമം, ദ നെയിം ഓഫ് ഗോഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ പ്രധാനമായിട്ട് ഈ ഇതിനോട് ചേർന്ന് പോകുന്ന വേറെ കുറച്ച് പ്രധാനപ്പെട്ട എപ്പിത്തറ്റ്സ് ഉണ്ട്. ഏൽ, ഏലാഹ്, എലോഹ, എലോഹിം, അങ്ങനെ ആ വാക്കുകൾ. അപ്പം ഞാനതിൻ്റെ ഹീബ്രു കൊടുത്തിട്ടുണ്ട്. ഹീബ്രു ഇല്ലേ, എലോഹിം, എലോഹ, ഏല, ഏല. ഹീബ്രു കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് പുസ്തകം, പക്ഷേ ഞാൻ ഹീബ്രു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വാക്കുകളെക്കുറിച്ചൊക്കെ അതിൻ്റെ വ്യാഖ്യാനം കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗം, പാർട്ട് 3, എപ്പിത്തറ്റ്സ് ഓഫ് ഗോഡ്. അതിങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഓർഡറിലാണ് പോയിരിക്കുന്നത്. ഓൾമൈറ്റി, അതിൻ്റെ ഓൾമൈറ്റി എന്ന് ഹീബ്രു എന്താണ്? ഷദ്ദായ്. ഹീബ്രും കൊടുത്തിരിക്കുന്നു. ആ തിരുവചനം ഏത് തിരുവചനത്തിലാണ് ഈ നാമം വെളിപ്പെടുന്നത്? അല്ലെങ്കിൽ എപ്പിത്തറ്റ്, വിശേഷണം അല്ലേ? ദൈവത്തിൻ്റെ നാമം ഒന്ന്, പിന്നെ വിശേഷണങ്ങൾ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ ഏത് തിരുവചനത്തിലാണ് അത് വരുന്നത് ഞാൻ ആ തിരുവചനം കോട്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ചെറിയൊരു വ്യാഖ്യാനം, പിന്നെ ഒരു പ്രയർ, പ്രൈസ് ആൻഡ് വർഷിപ്പ്. ആ നാമത്തെ നാമം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വിശേഷം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ചെറിയ പ്രാർത്ഥന. അങ്ങനെയാണ് ഓരോ പേജിലും. അങ്ങനെയാണ് ഒരു പേജിൽ ഒരു വിശേഷണം ഇല്ലേ. ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഈ ദാനിയേലിൻ്റെ ഗ്രന്ഥത്തിൽ അല്ലേ 7:9 നമ്മൾ കാണുന്നുണ്ട് ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്. അതിൻ്റെ വാക്കാണ് അറ്റിക് യോമിൻ. അറ്റിക് യോമിൻ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്, ഹീബ്രു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം, പ്രാർത്ഥന. അങ്ങനെയാണ് പോയിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 223 വിശേഷണങ്ങൾ, 223 വിശേഷങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം, ഹീബ്രു വാക്ക്, ആ ഹീബ്രു വാക്ക് എങ്ങനെ ഉച്ചരിക്കുന്നു, അതിൻ്റെ തിരുവചനം, വ്യാഖ്യാനം, പ്രാർത്ഥന, അങ്ങനെയാണ് പോയിരിക്കുന്നത്. ചെറിയൊരു ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് പോലും ഉപയോഗിക്കാവുന്ന പുസ്തകമാണ്. അതുകൂടാതെ അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറകിൽ ഇൻഡെക്സിനകത്ത് ഇൻഡെക്സ് 1 A to Z, നമ്മളതിൽ ഇംഗ്ലീഷ് ഓർഡറിൽ ഞാൻ ആ വിശേഷണങ്ങൾ, ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹീബ്രു ഓർഡറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അബ്ബ, ഷമായിം,
അപ്പം അങ്ങനെ വെച്ചിട്ട് ഹീബ്രു ഓർഡറിലും അങ്ങനെ ആ ഓർഡറിൽ ക്രമത്തിൽ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഓർഡറിലും പിന്നെ ഹീബ്രു ഓർഡറിലും അത് കൊടുത്തിട്ടുണ്ട്. 223 എപ്പിത്തറ്റ്സും പിന്നെ 4 പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ, പിന്നെ ദൈവത്തിൻ്റെ നാമം, അതേക്കുറിച്ചുള്ളൊരു പുസ്തകമാണ് ഈ നെയിം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് എപ്പിത്തറ്റ്സ് യാഹ്വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം. ചെറിയ ലളിതമായ ഇംഗ്ലീഷിലാണ്. ഈ ദൈവനാമത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഇത് വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കണമെന്നും പ്ലസ് ഇതൊരു മിഷനായിട്ട് ഏറ്റെടുത്തിട്ട് നിങ്ങൾ സമ്മാനം കൊടുക്കുമ്പോഴൊക്കെ ഇത് വാങ്ങിച്ച് കൊടുക്കണമെന്നും, ഇംഗ്ലീഷ് അറിയാവുന്നവർക്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് കൈമാറും കൊടുക്കണമെന്നും, പിന്നെ നിങ്ങളുടെ അക്രൈസ്തവരായ ആളുകൾക്കും കൊടുക്കാം. ഈ നമ്മളൊരു സുവിശേഷ പ്രഘോഷണം നടത്തുന്നു, ബാക്കി പരിശുദ്ധാത്മാവും പുത്തൻ തമ്പുരാനും ദൈവപിതാവൊക്കെ ചെയ്തോളും. നമ്മളൊരു തുടക്കം ഇല്ലേ, ഒരു ഇൻസെൻറ്റീവ്, ഒരു ഇൻക്വിസിറ്റീവ്നെസ് കൊടുക്കുക, ഒരു 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 കൗതുകം ഇല്ലേ, കർത്താവിന് ഇല്ലേ വന്ന് കാണുക എന്ന് പറഞ്ഞില്ലേ ഫിലിപ്പോസ് നഥാനയിലിനോട്. അതുപോലെ നമ്മൾ ഈ ഒരു പുസ്തകം കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ. അങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാകാൻ ഈ ഗ്രന്ഥം ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.